നതാഷ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ രക്ഷിക്കുന്നവളായിരുന്നു, അപൂർവമായി മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. ലാങ്ങിന്റെ അഭിപ്രായത്തിൽ ഹോക്കിക്ക് അവളെ രക്ഷിക്കാനുള്ള അവസരം ഒടുവിൽ കണ്ടു. ആ സമയത്ത് ഇനി ഒരു നാട്യസേവിനു കൂടി അർഹതയില്ല എന്ന് അയാൾക്ക് തോന്നി. റോണിൻ എന്ന നിലയിൽ താൻ ചെയ്ത എല്ലാത്തിനും ശേഷവും മരണത്തെ തനിക്ക് അനുയോജ്യമായ ഒരു പ്രതിവിധി ആയി ഹോക്കി കണ്ടു. അതിനാൽ അവൻ ത്യാഗം ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നാൽ നതാഷ അവനോട് പറഞ്ഞു, ആളുകളുടെ ഏറ്റവും മോശമായ തെറ്റുകളിൽ താൻ ആളുകളെ വിധിക്കുന്നില്ലെന്ന്. എൻഗെയിമിൽ കാണുന്നത് പോലെ ആദ്യം ചാടാൻ വേണ്ടി ഹോക്കി അവളുടെ തീരുമാനം അംഗീകരിക്കുന്നതായി നടിക്കുകയും നതാഷയ്ക്ക് തന്റെ അവസാന വാക്കുകളാക്കാൻ ആഗ്രഹിക്കുന്നത് നൽകുകയും ചെയ്തു. എന്റെ കുടുംബത്തോട് ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്ന് പറയൂ. അതാണ് നതാഷയെ കുതിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഹോക്കി വിശ്വസിക്കുന്നു. അയാൾക്ക് സ്നേഹിക്കാൻ ഒരു കുടുംബമുണ്ടായിരുന്നു, അവളും അങ്ങനെ തന്നെ. അത് അവളുടെ അവഞ്ചേഴ്സ് കുടുംബമായിരുന്നു. അവളുടെ ത്യാഗമായിരുന്നു അവൾ അവരെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാനുള്ള വഴി. അവഞ്ചേഴ്സിലെ ബ്ലാക്ക് വിഡോയുടെ മരണം എൻഡ്ഗെയിം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും ആശ്ചര്യകരവും ഹൃദയഭേദകവുമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. സ്വയം ത്യാഗം ചെയ്യാനുള്ള അവളുടെ തീരുമാനത്തിന് മാർവൽ ഒടുവിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകി. അയൺ മാൻ 2-ൽ അരങ്ങേറ്റം കുറിച്ച ശേഷം സ്കാർലറ്റ് ജോഹാൻസന്റെ നതാഷ റൊമാനോഫ് അവഞ്ചേഴ്സിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു. MCU ടൈംലൈനിൽ അവളുടെ മരണശേഷം വന്ന ഒരു സോളോ സിനിമ ഉൾപ്പെടെ ഒന്നിലധികം തവണ പ്രത്യക്ഷപ്പെട്ടു. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന ചിത്രത്തിലെ താനോസിന്റെ സ്നാപ്പിനെ അതിജീവിച്ച MCU ഹീറോകളിൽ ഒരാളായിരുന്നു ബ്ലാക്ക് വിഡോ. ഭൂമിയുദ്ധത്തിൽ തന്റെ സഹ സൂപ്പർ ഹീറോകൾ അപ്രത്യക്ഷമാകുന്നത് അവൾ വർഷങ്ങളോളം അനുഭവിച്ച ആഘാതകരമായ അനുഭവമായിരുന്നു. എൻഡ്ഗെയിമിൽ നതാഷ ടൈം ഹീസ്റ്റിൽ ചേരുകയും സോൾ സ്റ്റോൺ നേടുന്നതിനായി ക്ലിന്റ് ബാർട്ടൺ, ഹോക്കി, ജെറമി റെന്നർ എന്നിവരോടൊപ്പം വോർമിറിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർ കണക്കാക്കിയിരുന്നില്ല അവർ ഇഷ്ടപ്പെടുന്നത് ത്യജിക്കേണ്ടി വരും. കാരണം ഇടപാട് ഒരു ആത്മാവിനുള്ള ആത്മാവാണ്. അവഞ്ചേഴ്സ് എൻഡ്ഗെയിമിന്റെ സ്ഫോടനാത്മകമായ അന്ത്യത്തിനു മുമ്പ് നതാഷ സ്വയം ത്യാഗം ചെയ്തു. ഒടുവിൽ അവളുടെ തീരുമാനം ശരിയായി വിശദീകരിച്ചു.